ഇൽതുമിഷ് 1210 ഐബക്കിന്റെ പെട്ടെന്നുള്ള മരണത്തെ തുടർന്ന് തുർക്കി പ്രഭുക്കൾ അപ്രാപ്തനായ ആരാം ഷായെ സിംഹാസനത്തിലേറ്റി. എന്നാൽ ഡൽഹിയിലെ പ്രഭുക്കൾ ഇൽതുമിഷിനാണ് സിംഹാസനം നൽകാൻ ആഗ്രഹിച്ചത്. തുടർന്ന് ഇൽതുമിഷ് ഒരു സൈന്യവുമായി വന്ന് ആരാം ഷായെ തോൽപ്പിച്ച് അധികാരം പിടിച്ചെടുത്തു. തുർക്കിയിലെ പ്രസിദ്ധ ഇൽബാരി വംശജനായിരുന്ന ഷംസുദ്ദീൻ ഇൽതുമിഷിന്റെ ചുറുചുറുക്കും തന്റേടവും കുതുബുദ്ദീൻ ഐബക്കിനെ ആകർഷിച്ചു. അദ്ദേഹം ഇൽതുമിഷിനെ ബദയായൂനിലെ ഗവർണറായി നിയമിക്കുകയും തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഐബക്കിന്റെ മരണശേഷം ഇൽതുമിഷ് ആരാം ഷായിൽ നിന്നും അധികാരം പിടിച്ചെടുത്തു. ഡൽഹി സിംഹാസനം ഇൽതുമിഷിന് അർഹതപ്പെട്ടതായിരുന്നു. ഭരണത്തലവന്മാർ തെരഞ്ഞെടുത്തതും ബാഗ്ദാദിലെ ഖലീഫ നിർദ്ദേശിച്ചതും ശക്തിയിലൂടെ അജയ്യനെന്ന് തെളിയിച്ചതും ഇൽതുമിഷ് ആയിരുന്നു. ഇൽതുമിഷ് കലാപകാരികളെ അടച്ചമർത്തുന്നതിന് വേണ്ടിയായിരുന്നു അധിക സമയവും ചെലവഴിച്ചത്. താജുദ്ദീൻ യൽദൂസ് ഇൽതുമിഷിനെതിരെ പട നയിച്ചു. മുഹമ്മദ് ഘോറിക്ക് ശേഷം അദ്ദേഹം ഇന്ത്യ അവകാശപ്പെടുകയും ഇൽതുമിഷിനെ അടിമയായി പരിഹസിക്കുകയും ചെയ്തു. ഇൽതുമിഷ് യൽദൂസിനെ പരാജയപ്പെടുത്തി മറ്റൊരു കലാപകാരിയായിരുന്ന നസീറുദ്ദീൻ കുബച്ചയെയും അടക്കി നിർത്തി. ഐബക്കിന്റെ മരണശേഷം സ്വതന്ത്രരാകാൻ ശ്രമിച്ച മറ്റു പല രാജാക്കന്മാരെയും രാജപുത്ര രാജാക്കന്മാരെയും അദ്ദേഹം പരാജയപ്പെടുത്തി. മംഗോളിയൻ നേതാവായ ചെങ്കിസ് ഖാന്റെ ഇന്ത്യ ആക്രമണം മണത്തറിഞ്ഞ ഇൽതുമിഷ് ആ ആക്രമണത്തെ ചെറുക്കാൻ ഒരുങ്ങി നിന്നു. പക്ഷേ ചെങ്കിസ് ഖാൻ ഇന്ത്യ ആക്രമണം വേണ്ടെന്ന് വെച്ചത് ഇൽതുമിഷിന് ഒരു വലിയ നഷ്ടം ഒഴിവാക്കി. ബംഗാളിൽ ഖിൽജി ഗവർണറായ ഗിയാസുദ്ദീൻ ഇവാസ് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും സുൽത്താനെതിരെ പുതിയ നാണയം പുറത്തിറക്കുകയും ചെയ്തു. AD 1525 ഇൽതുമിഷ് ഇവാസിനെതിരെ പട നയിക്കുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തു. 1229 ലോക മുസ്ലിം നേതാവായ ബാഗ്ദാദിലെ ഖലീഫയുടെ പ്രതിനിധികൾ ഇൽതുമിഷിനെ സന്ദർശിക്കുകയും ഖലീഫയുടെ അംഗീകാരം അറിയിക്കുകയും ചെയ്തു. ഇത് ഇൽതുമിഷിന് കൂടുതൽ ആത്മധൈര്യം നൽകി. അതിനുശേഷം നാണയങ്ങളിൽ താൻ ഖലീഫയുടെ പ്രതിനിധിയാണെന്ന് രേഖപ്പെടുത്തി. 1234 മാളവത്തെ ആക്രമിച്ച് ഭിൽസ കോട്ട പിടിച്ചടക്കി. പിന്നീട് ഹിന്ദു രാജാവായ മംഗൾദേവനിൽ നിന്ന് ഗോളിയോർ പിടിച്ചടക്കുകയും ഉജ്ജയിനി നഗരം ആക്രമിക്കുകയും ചെയ്തു. ഉജ്ജയിനിയിൽ നിന്നും വിക്രമാദിത്യന്റെ പ്രതിമ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി. ഒരു തികഞ്ഞ മതഭക്തനായിരുന്ന ഇൽതുമിഷ് സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകി. വൃദ്ധന്മാരെയും പണ്ഡിതന്മാരെയും അദ്ദേഹം ബഹുമാനിച്ചു. സുശക്തവും വ്യവസ്ഥാപിതവുമായ ഭരണരീതിയായിരുന്നു ഇൽതുമിഷിൻ്റെത്. ഖ്വാജ കുതുബുദ്ദീൻ എന്ന മുസ്ലിം മതാചാര്യന്റെ സ്മരണക്കായി ഇൽതുമിഷിന്റെ നിർദ്ദേശപ്രകാരം സ്ഥാപിക്കപ്പെട്ടതാണ് ഡൽഹിയിലെ പ്രസിദ്ധമായ കുതുബ് മിനാർ. അവിടെ ഒരു പള്ളിയും അദ്ദേഹം സ്ഥാപിച്ചു. ആ പള്ളിയുടെ ഒരു മിനാരമാണ് കുതുബ് മിനാർ. ആദ്യകാല ഡൽഹി സുൽത്താൻമാരിൽ പ്രമുഖനായി ഇൽതുമിഷിനെ കണക്കാക്കപ്പെടുന്നു. അധികാരം ഏറ്റെടുത്തയുടനെ തന്നെ പല ശത്രുക്കളെയും നേരിടേണ്ടി വന്ന ഇൽതുമിഷ് സാമാജിക വികസനത്തിലും ഭരണം സുഗമമാക്കുന്നതിലും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചു. അടിമവംശത്തിന്റെ യഥാർത്ഥ സ്ഥാപകനായി പരിഗണിക്കത്തക്കവണ്ണം മഹത്തായ നേട്ടങ്ങളാണ് ഇൽതുമിഷ് നേടിയെടുത്തത്. സ്വന്തം പരിശ്രമങ്ങൾ കൊണ്ട് അധികാരത്തിന്റെ ഉന്നതങ്ങളിൽ എത്തപ്പെട്ട ഇൽതുമിഷ് ഇന്ത്യ ചരിത്രത്തിന്റെ ക്യാൻവാസിൽ തെളിഞ്ഞു നിൽക്കുന്നു. ഇൽതുമിഷ് 1236 ഏപ്രിൽ 29 അന്തരിച്ചു.